രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മുൻ MLA ഇവിടെയുണ്ട്. രാഹുലിന് കുറേ പേര് സെൽഫി എടുക്കുന്ന ആളുകൂടി അത് വ്യക്തിപരമല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ നടത്തിയ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തനമുണ്ട്. ആ പ്രതിപക്ഷ സംഘടനാ പ്രവർത്തനം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ല, ഇത് വലിയ ടീമിൻ്റേതാണ്. ആ ടീമിന് കിട്ടുന്ന സ്നേഹമാണത്. വലിയ സന്തോഷവും ആവേശവുമാണ്. ആ സ്നേഹമാണ് 102 സീറ്റുകളായി റിഫ്ലക്ട് ചെയ്യപ്പെട്ടത്. ഇതിലൊരു മുഖ്യ ചുമതലക്കാരനായി നിൽക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു രാഹുൽ. മറ്റൊരു തീരുമാനമായിരുന്നു രാഷ്ട്രീയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ലെറ്റ് ദ കോർട്ട് ഡിസൈഡ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നമുക്ക് രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം പറഞ്ഞ് ഇല്ലാതാക്കാൻ ഏത് മാർഗം വരെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഒരു അറിഞ്ഞു കൂടിയായിരിക്കും ഈ കേസെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പിന്നെ മറ്റ് റിഗ്രറ്റ്സ് ഒന്നുമില്ല. കാരണം ഞാൻ എല്ലാ കാലഘട്ടത്തിലും ഞാനൊരു പാർട്ടിക്കാരനാണ്, പാർട്ടി പ്രവർത്തകനാണ്. ജനപ്രതിനിധിയാകണോ, പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാലത്തും എൻ്റെ മറുപടി നേതാക്കന്മാരോട് പാർട്ടി ഭാരവാഹിത്വം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത്തരം ഒരു നിരാശകളില്ല. പാർട്ടിയുടെ ഭാഗമല്ല ഇത്. അല്ല, കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പം വെദർ ഐ എം അഫിലിയേറ്റഡ് ടു ദാറ്റ് ഓർ നോട്ട്, ഐ കണ്ടിന്യൂ ദ സെയിം പൊളിറ്റിക്സ്. അതിനകത്തൊന്നും എന്തെങ്കിലും ഒരു മാറ്റം. നമ്മൾ രാഷ്ട്രീയം പറയുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു പദവിക്കോ വേണ്ടിയിട്ടല്ല. നമ്മുടെ ഒരു രാഷ്ട്രീയമാണ്, ക്ലാരിറ്റിയാണ്. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പുറത്താക്കിയാലും എം എ കോൺഗ്രസ്. ഓക്കെ. അപ്പോൾ പിണറായി തമ്പുരാൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നപ്പോൾ പേടിച്ചിട്ടില്ല, ഭയപ്പെട്ടിട്ടില്ല, ആശങ്ക തെല്ലും ഉണ്ടായിട്ടില്ല. പിന്നെയല്ലേ പിണറായി വിജയൻ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ അല്ലേ എന്ന് പറഞ്ഞാൽ ഭയം ഒരിക്കലും രാഹുലിനെ വേട്ടയാടിയിട്ടില്ല. എന്ത് സംഭവിക്കും, തൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് റിയാക്ഷൻ ഉണ്ടാകും എന്ന് ഒരിക്കലും അയാൾ ചിന്തിച്ചിട്ടില്ല. ആരെങ്കിലും വേട്ടയാടുമോ എന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല. അയാൾ തൻ്റെ നിലപാടുമായി, അതാണ് പറഞ്ഞത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നിലപാടുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയുള്ള നിലപാടുമായിട്ട് എന്നും അയാൾ മുന്നിൽ നിന്ന് പോരാടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എടോ കൃമികീടങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ രാജാവിനെ ആ മനുഷ്യൻ ഭയന്നിട്ടില്ല, ആനയെ പേടിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ആനപ്പിണ്ടത്തെ, കൃത്യമല്ലേ? ആ പോരാട്ടം അയാൾ തുടർന്നു കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ ഒരു തിരിച്ചു വരവ്, ഒരു സൂചന അതിലില്ലേ? എന്തൊക്കെയോ ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. എവിടെയൊക്കെയോ ചില നീക്കുപോക്കുകൾ ഉറപ്പായിട്ടുണ്ട്, ഉറപ്പാക്കിയിട്ടുണ്ട്. ചില ഉറപ്പുകൾ, ചില തീരുമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വായിച്ചെടുക്കണ്ടേ? ഇത്ര കൃത്യമായിട്ട് അയാൾ നിലപാട് പറയും, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തിരിച്ചുവരവ് സാധ്യമാകുന്നതിൻ്റെ ചില സൂചനകൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇന്നലെ മുൻ MLA-മാർക്ക് ലഭിച്ചിരിക്കുന്ന പാസിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അയാളുടെ തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ പറയുന്ന ഭയം, അത് ആ മനുഷ്യൻ്റെ നിഘണ്ടുവിലില്ല. മറ്റാരുടെയൊക്കെ ഉണ്ടെങ്കിലും രാഹുലിൻ്റെ നിഘണ്ടുവിൽ അതില്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ, മറ്റാരുടെയൊക്കെ നിഘണ്ടുവിൽ അത് ഉള്ളത് കൊണ്ടുമാണല്ലോ ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടത്, അല്ലേ? വേട്ടയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭയം ഉണ്ടായിരുന്നു. എന്നാൽ രാഹുലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോ അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല. ആ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം തോന്നുന്നു ചിലപ്പോഴൊക്കെ ഒരു ചെറിയ ഒരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് നല്ലതാണ് എന്നെനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്, അല്ലേ? അതെന്തിനാ? അങ്ങനെ ഒരു ഭയം ഉണ്ടാകുമ്പോൾ ചില ജാഗ്രതകൾ നമുക്കുണ്ടാവും. ജാഗ്രത കുറവുണ്ടാവില്ല, കൃത്യമായ ജാഗ്രതയുണ്ടാവും. ആ ഭയം ഒരു പൊടിക്ക്, ഭയമെന്ന് പറഞ്ഞാൽ നിലപാടുകൾ പറയാനുള്ള ഭയമല്ല, മറിച്ച് മറ്റു പലതിനോടും ചിലപ്പോൾ ചില ഭയം തോന്നേണ്ടത് നല്ലതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില്ലാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എന്താണെങ്കിലും ആ മനുഷ്യൻ്റെ പോരാട്ട വീര്യത്തിന്, അതിന് ഭയങ്ങളില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ കൃത്യമായിട്ട് രാഹുൽ ഇന്നലെ എത്തി,
സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു രാഹുൽ. സദസ്സിലുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് ജനം അയാളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു, അയാളെ പരിഗണിക്കുന്നുണ്ടായിരുന്നു, അയാളുമായിട്ട് സൗഹൃദം പുതുക്കാനും ജനം താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങൾ. ഇന്നിപ്പോൾ രാഹുൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചില സൂചനകളാണ് നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും അല്ലേ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? മറ്റ് സ്ഥാനമാനങ്ങൾ ഒന്നില്ലെങ്കിൽ പോലും അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തണം. അതുതന്നെ വലിയ ഒരു വലിയ അംഗീകാരമാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അല്ലേ. ഞാൻ കൃത്യമായിട്ട് ആലോചിക്കുക, കേരളം ഈ അടുത്ത കാലത്ത് കണ്ട പോരാട്ട വീര്യമുള്ള നേതാക്കളുടെ പട്ടിക എന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പോരാട്ട വീര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വാധീനം കൂടിയുള്ള ഈ ആളുകളുടെ നേതാക്കന്മാരുടെ പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ മുൻപന്തിയിൽ രാഹുൽ മാങ്കൂട്ടമുണ്ട് എന്നുള്ളതാ അല്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, രാഹുലിനെ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് എവിടെ മുതലാ? രാഹുൽ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമായ ആ ഒരു സമയം മുതലാണ്, ആ ഒരു നിമിഷം മുതലാണ് അല്ലേ. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഈ ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യമായ രാഹുൽ പിന്നെ പോരാട്ടങ്ങൾ നയിക്കുന്ന പടത്തലവനായി മാറുന്നതാണ് നമ്മൾ കണ്ടത് അല്ലേ. ജനങ്ങൾക്ക് അയാളോട് വലിയ താല്പര്യം ഉണ്ടാകാനുണ്ടായ കാരണം അയാൾ വലിയ എന്താ പറയേണ്ടത് അഭ്യാസിയായിട്ടൊന്നുമല്ല, മറിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് അത് വലിയ കൃത്യതയുള്ള വാക്കുകളായിരുന്നു. അതോടൊപ്പം പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ കണ്ടതാ. ചാനൽ ചർച്ചകളിൽ പ്രതിനിധികളായി എത്തുന്ന ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രതിനിധികളായ എത്തിയ ആളുകൾ പലപ്പോഴും മറുപടികൾ പറയാൻ കഴിയാതെയും പ്രതിരോധിക്കാൻ കഴിയാതെയും കുഴങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കുന്ന മുന്നണി പോരാളിയായിട്ടാണ് അയാളെ കണ്ടത്. വളരെ കൃത്യമായ അറിവ്, കാഴ്ചപ്പാട്, അതിനോടൊപ്പം തന്നെ കൃത്യതയുള്ള മൂർച്ചയുള്ള വാക്കുകൾ. അയാളുടെ മുന്നിൽ കുടുങ്ങിയ ഒരൊറ്റ എതിരാളിയും, രാഷ്ട്രീയ എതിരാളിയും തല നിവർത്തിയിട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. ഇത്ര കൃത്യമായിരുന്നു വാക്കുകൾ. അവിടെ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയതാ മനുഷ്യനെ. അത് പിന്നീട് ഈ പറയുന്ന ചാനൽ ചർച്ചകളിൽ നിന്ന് പതിയെ പോരാട്ടത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി അല്ലേ. പിന്നീട് നമ്മൾ കേരളത്തിൽ കണ്ടത് ഒരു നിരന്തരമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടങ്ങൾക്കൊടുവിൽ ഈ രാഹുൽ പാലക്കാട്ടെ MLA ആയി. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്ന് വിജയിച്ച് കയറി. ആ നിമിഷം മുതൽ പലരും പണി തുടങ്ങിയതാണ് അല്ലേ. ആ വേട്ട വളരെ കൃത്യമായിരുന്നു. അപ്പോൾ ഈ വേട്ടയ്ക്കിറങ്ങിയവരുടെ മനസ്സിൽ ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു രാഹുലിനോട്. പക്ഷേ അത് രാഹുൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നാണ് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്താണെങ്കിലും തിരിച്ചുവരവ് അതിഗംഭീരമാക്കുവാനുള്ള ചില പണികൾ അയാൾ അണിയറയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് VK ശ്രീകണ്ഠൻ, അങ്ങനെ ചില ആളുകൾ അതിനു വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണെങ്കിലും രാഹുലിൻ്റെ തിരിച്ചുവരവ് അത് എനിക്ക് തോന്നുന്നു അത് ഒരുപക്ഷെ ഞാൻ അതിനെ കവച്ചു വെക്കുമെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പട്ടാഭിഷേകം തന്നെയായിരിക്കും. ഏതിനോട് എന്നുള്ളത് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ കണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിനോട് ആരവമുണ്ടാക്കുന്ന, ഓളമുണ്ടാക്കുന്ന
ഒരു തിരിച്ചുവരവ് അത് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്നുള്ളതാണ്. അതല്ലാതിരിക്കാൻ സംഭവം ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എന്തോ പിന്നെ വലിയ സ്റ്റേജൊക്കെ കിട്ടിയിട്ട് വലിയ ആരവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പൊതു സമൂഹത്തിൽ അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും രാഹുലിൻ്റേത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്താണെങ്കിലും ഇന്നലെ കണ്ട കാഴ്ചകളിൽ നമ്മളിപ്പോൾ ഇന്നലെ ആ മനുഷ്യൻ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ വി.ഡി. സതീശനും മന്ത്രിസഭയിലെ മറ്റുള്ള അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വളരെ ആവേശത്തോടെ നോക്കിയിരിക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. നമ്മൾ അത് മാത്രമല്ല ഇന്നലെ കണ്ടത്, കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ മനുഷ്യന്, കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ മനുഷ്യന് സ്ഥാനമുണ്ട് എന്നുള്ളത് ആ അടിവരയിടുന്നതായിരുന്നു ഇന്നലത്തെ സത്യപ്രതിജ്ഞയിലെ സദസ്സ് എന്ന് പറയുന്നത്. വേദി രാഹുലില്ല. വേദിയിൽ ഒരു പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഈ PG പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ഒരു മുഖ്യ ആസൂത്രകനാകേണ്ടിയിരുന്ന അല്ലടോ, ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ ഒരാളാകേണ്ടിയിരുന്ന വ്യക്തി. പക്ഷെ ആ വ്യക്തി ഇന്നലെ സദസ്സിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ജനങ്ങൾ ഉണ്ടായിരുന്നു, അയാളോടൊപ്പം ജനങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങൾ ആ മനുഷ്യനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നലത്തെ കാഴ്ചകൾ നമ്മുടെ മുന്നിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. ഞാനത് ഇവിടെ നിങ്ങളെ കാണിക്കാത്തത് അതൊരു എന്താ പറയേണ്ടത്, അത്തരത്തിൽ ഒരു സമയത്തിൻ്റെ കുറവ്, നമ്മുടെ വീഡിയോയുടെ ഒരു ദൈർഘ്യം പരിഗണിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. കാരണം അത്രയധികം ക്ലിപ്പുകൾ ഇന്നലെ, റീലുകൾ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അയാളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നു എന്നുള്ളത് വലിയ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്.